നന്ദനന്ദനൻ മുകുന്ദൻ സുന്ദരൻ ഇന്നീരാകാന്തൻ എന്നോടേ മാനസം തന്നിൽ വന്നുദിക്കണം. നമസ്കാരം, ഞാൻ തീർത്ഥാഞ്ജലി കൃഷ്ണ. സോപാന സംഗീത കലാകാരിയാണ്, മോഹിനിയാട്ടം നർത്തകിയാണ്, ഒപ്പം ഗവേഷകയാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മലയാള വിഭാഗം ഗവേഷകയാണ്. കലാമേഖലയിലേക്ക് കടന്നു വന്നത് കുട്ടിക്കാലം തൊട്ടേ നൃത്തത്തിനോടും ഉള്ള ആഗ്രഹം കൊണ്ട്, എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിലുള്ള കൊതി കൊണ്ട് നാട്ടിലുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് എൻ്റെ അമ്മ കൊണ്ടുചെന്ന് ആക്കുകയാണ് ഉണ്ടായത്. കൃത്യമായി ഏത് കലാരൂപത്തെ പഠിക്കണമെന്നുള്ള ബോധ്യം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. മോഹിനിയാട്ടം ആ വേഷത്തിനോടും അതിൻ്റെ ഭാവത്തിനോടും ഒക്കെ ഉള്ള താല്പര്യം കൊണ്ട് ആ രൂപം പഠിക്കണമെന്നുണ്ടെങ്കിലും അതിലേക്കുള്ള വഴികളൊന്നും കുട്ടിക്കാലത്ത് തുറന്നു കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ പണ്ട് പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരെല്ലാം ഭരതനാട്യമാണ് ആദ്യം പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ആ ചെറിയ കുട്ടിയെ ഭരതനാട്യത്തിന് വേണ്ടി അഭ്യസിപ്പിച്ചു. അങ്ങനെ ഒരു 10-12 വർഷത്തോളം ഞാൻ ഭരതനാട്യമാണ് പഠിച്ചിട്ടുള്ളത്. പിന്നീട് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ അടുത്ത് എത്തിയതിന് ശേഷമാണ് മോഹിനിയാട്ടം ആയിട്ട് തന്നെ പഠിക്കണം, എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും കാലം എന്തിന് ഭരതനാട്യം പഠിച്ച് കളഞ്ഞു എന്നാണ് ടീച്ചർ എന്നോട് ചോദിച്ചത്. ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ പറയണ്ടേ. ഒന്നും തുറന്ന് പറയുന്ന പ്രകൃതമായിരുന്നില്ല കുട്ടിക്കാലത്ത്. എല്ലാം ഉള്ളിലൊതുക്കി ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ വെച്ച് ഇരിക്കുന്ന ഒരു പ്രകൃതമാണ്. പിന്നീട് ടീച്ചർ മോഹിനിയാട്ടം പഠിപ്പിച്ചു തുടങ്ങി. ആ കാലത്താണ് മോഹിനിയാട്ടത്തിന് വേണ്ടി ഒരു കൃതി എടുത്ത് സോപാന സംഗീതത്തിൽ എൻ്റെ ആശാൻ ശ്രീ ഏലൂർ ബിജു അദ്ദേഹം പാടി കേട്ടിട്ടുള്ള ഒരു കൃതി മോഹിനിയാട്ടത്തിന് വേണ്ടി ചെയ്യണം, അങ്ങനെയൊന്ന് ചിട്ട ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്, ഇപ്പോൾ ക്ഷേമ ടീച്ചർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരാളുടെ ഒരു കാര്യം എടുത്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദം കൂടിയും ചോദിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഏലൂർ ആശാനെ കാണാൻ ചെല്ലുകയും, ഏലൂർ ആശാൻ സോപാനത്തിന് കൂടിയുള്ളൊരു വഴി കുട്ടിയിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു, മോളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാൻ കഴിയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമായിട്ട് അനുഭവം തോന്നി. അങ്ങനെ സോപാന സംഗീതം പഠിച്ചു തുടങ്ങി. പിന്നീട് അതൊരു ഇന്ന് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുക, അതിലേക്ക് ഉയരാനൊക്കെ സാധിച്ചിട്ടുള്ളത് നല്ല നല്ല ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സംഗീതം ഒട്ടും വഴങ്ങാത്ത എനിക്ക് അതിനുവേണ്ടി ക്ഷമയും സമയവും ഒക്കെ ചെലവിട്ട ഒരു ഗുരുനാഥനുണ്ട്. ജഗദീഷ് കുന്നംപള്ളി പറയും, എന്നെ കർണാടക സംഗീതം പഠിപ്പിക്കുന്ന മാഷാണ്. അപ്പം അദ്ദേഹം, അതുപോലെ താളത്തിൻ്റെ ചില കുറവുകൾ നികത്താനായിട്ട് സുരേഷ് കുന്നംപള്ളി പറയുന്ന ഒരു മാഷുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെയധികം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് സംഗീതവും താളവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഇന്ന് സോപാന സംഗീതത്തിൽ അത്യാവശ്യം കീർത്തനങ്ങളൊക്കെ പാടാനും അവതരിപ്പിക്കാനും അവസരങ്ങളും ഉണ്ട്, എനിക്കതിന് സാധിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും ഇടയ്ക്കയെ അറിയണം, ഇടയ്ക്കയിലേക്ക് കുറച്ചുകൂടിയും ശ്രദ്ധ കൊണ്ടുവരണം എന്ന് കരുതി തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ആശാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇടയ്ക്ക് പഠിച്ചു വരുന്നു. അങ്ങനെയാണ് കലയിലേക്ക് എത്തുന്നത്. ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഗുരുനാഥനില്ലാതെ പഠിച്ച് കാലം പഠിപ്പിച്ച ഒരു ക്രിയയാണ് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളത്. അതും ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങൾ മാത്രമേ വരയ്ക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ താല്പര്യമുള്ളതുകൊണ്ട്, ഇഷ്ടമുള്ളത് കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അല്ലാതെ അത് തനിച്ച് എവിടെയും പഠിപ്പിക്കില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് മുന്നിൽ വേറെ വഴികളൊന്നും തെളിഞ്ഞില്ല. കണ്ണനെ മാത്രം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ആരെയും എനിക്ക് കണ്ട് കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ തനിക്കറിയാവുന്ന രീതിയിൽ പഠിച്ച് വരയ്ക്കുക എന്നുള്ളൊരു മോഹം വന്നു. എനിക്ക് വളരെ കുട്ടിക്കാലം തൊട്ട് വരയ്ക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ ഫ്രെയിം ചെയ്ത ഒരു പിക്ചർ 2015 വരച്ച് തുടങ്ങിയതാണ്. ഇത് വളരെ സാധാരണമായിട്ടൊരു A4 ഷീറ്റിൽ പെൻസിൽ വെച്ച് വരച്ച ഒരു ചിത്രമാണ്. കൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ മയിൽപ്പീലി ഉള്ളത് കൊണ്ട് കൃഷ്ണനാക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ ആ കണ്ണനെ. പക്ഷെ പിന്നീട്
പലതരത്തിൽ ട്രേസ് ചെയ്ത് വരച്ചു തുടങ്ങി. പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെത്താൻ ഒരു ചെറിയ രൂപമൊക്കെ വരുത്തി നോക്കി വരയ്ക്കാനൊക്കെ തുടങ്ങി. ഇന്ന് കുറച്ച് മനസ്സിലേക്ക് പതിയുന്ന ഏതെങ്കിലും ഒരു നൃത്തം കണ്ടാലോ ഒരു മോഹിനിയാട്ട കച്ചേരിയൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു ചിത്രം വരയ്ക്കാൻ പറ്റും, അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നല്ല കുറച്ച് പാട്ടുകൾ കേട്ടാൽ, പഴയ കർണാടിക് കൃതികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിലെ ഏതെങ്കിലും ഒരു വരി, ഇപ്പോൾ ജഗതോദ്ധാരണ കേട്ടുകൊണ്ട് അതിൽ മാനത്തെ അമ്പിളിമാമനെ കാട്ടിക്കൊടുക്കുന്നുണ്ട് കണ്ണന്. ഉണ്ണിക്കണ്ണനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരമ്മ, ഉണ്ണിക്കണ്ണൻ്റെ അമ്മയാണ്, ഒക്കത്ത് പിടിച്ചുകൊണ്ട് ആ അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ നമ്മുടെ ചെറിയ അറിവ് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ച ഒരാളെ തൻ്റെ ഒക്കത്ത് വെച്ച് അമ്മ കാട്ടിക്കൊടുക്കുന്നത് ഇതാണ് അമ്പിളിമാമൻ. ആ അമ്പിളിമാമനെ നോക്കൂ, ആ അമ്പിളിമാമനെ കണ്ണന് വാങ്ങിത്തരാം, ഈ ഭക്ഷണം കഴിച്ച് മുഴുവനാക്കി കഴിഞ്ഞാൽ ആ അമ്പിളിമാമനെ വാങ്ങിക്കൊടുക്കുക. ഇന്നും നമ്മുടെ ചെറിയ മക്കളോടൊക്കെ നമ്മൾ ആ കഥ പറഞ്ഞു കൊടുക്കും. ഇത് ഭക്ഷണം മുഴുവൻ കഴിച്ചാൽ അമ്പിളിമാമനെ കാട്ടിത്തരാം. അതൊക്കെ വെച്ച് നിത്യേന എൻ്റെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളും എൻ്റെ ചിന്തകളും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത്. അതിലൊന്നാണ് ഈ ചുമരിലുള്ള ഈ ചിത്രം. എനിക്ക് താമരപ്പൂക്കളോട് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അതിലേക്ക് ധാരാളം മയിൽപ്പീലികൾ വന്ന് വീഴുക, അതിന് നടുക്കായിട്ട് എൻ്റെ ചിലങ്ക ഉണ്ടാവുക, ഇതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു വരച്ച ഒരു ചിത്രമാണ്. നമഃ ശിവായ, ഹര ഹര ശിവ ശിവ, നമഃ ശിവായ, ഹര ഹര ശിവ ശിവ, നടനാലം കാലാഹല രൂദ്ര, നടനാലം കാലാഹല രൂദ്ര, അഗസ്ത്യ ഗൗതമ പാദുക സേവിത, അഗസ്ത്യ ഗൗതമ പാദുക സേവിത, നടനാലം കാലാഹല രൂദ്ര, അഗസ്ത്യ ഗൗതമ പാദുക സേവിത. വലിയ മാർക്കറ്റിംഗ് പ്ലാനുകളൊന്നുമില്ല കയ്യിൽ. പക്ഷേ ആഗ്രഹിച്ചു വരുന്ന, എന്നെപ്പോലെ പഠിക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്രായഭേദമില്ലാതെ അവരെ സ്നേഹത്തോടു കൂടി പഠിപ്പിക്കാനും അവരിലൂടെ ഈ കലയിലേക്ക് ഞാൻ കാണുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് സോപാന സംഗീതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മോഹിനിയാട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും നമ്മൾ ഏതൊരു കാര്യത്തെ സമീപിച്ചാലും അതിൽ നിന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു തിരിച്ചുള്ളൊരു സംസാരം അല്ലെങ്കിൽ ഒരു സംഭാഷണം നമ്മളോടും ഉണ്ടാവും തിരിച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ചിന്ത കൂടി, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ധാരണ കൂടി മറ്റുള്ളവരിലേക്ക് പകർത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. അത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും തന്നെ പിൻബലമില്ലാതെ, അതൊന്നുമല്ല അടിസ്ഥാനം, നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെയാണ് എല്ലാത്തിനും കാരണവും കാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ എന്തിനേയും സമീപിച്ച് അതിൽ നിന്ന് നല്ല വിശ്വാസത്തോടു കൂടി മുന്നേറുക, അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്.